ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ ചെറിയൊരു സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളി കൂടിയാണ്. ഒരു പകുതി തക്കാളി ഞാൻ എൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നന്നായിട്ട് വേവിച്ചെടുത്ത കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടിയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് അത് ഉടച്ചെടുത്തതാണ്. അതുകൂടി ചേർക്കാം. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് എന്തിൻ്റെങ്കിലും കൂടെ ചേർക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളത് നല്ലതുപോലെ കൈവച്ചിട്ട് ഉടച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അല്ലാതെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അങ്ങനെ ചേർക്കരുത്. എങ്കിൽ പിന്നെ നല്ല മാവ് പോലെ കുഴഞ്ഞു പോവും. അതിൻ്റെ പേരിൽ എപ്പോഴും ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ കുഴച്ചിട്ട് വേണം നമ്മളിതിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെറൈറ്റി സാൻഡ്വിച്ച് റെസിപ്പീസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പീസാണ് അതെല്ലാം. അപ്പോൾ നിങ്ങളും അതെല്ലാം ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ എത്രത്തോളം ഫില്ലിംഗ് ആണോ ആവശ്യം അതിനനുസരിച്ചിട്ട് മാത്രം നമ്മളിത് വെച്ച് കൊടുത്താൽ മതിയാവും. വളരെ കുറച്ച് മതിയെങ്കിൽ അത്രയും മതിയാവും. അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം അളവിലാണ് ഇത് വെച്ചിട്ടുള്ളത്. കുറച്ചധികം തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കൂടുതൽ ഈ ഫില്ലിംഗ് വെക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് 2 ബ്രെഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ലിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഓംലേറ്റ് കൂടിയാണ്. ഇതുപോലെ ഒരു കുഞ്ഞ് കടായിൽ നമ്മളിപ്പോൾ ഓംലേറ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ സൈസിൽ നമുക്ക് കിട്ടും. ഇച്ചിരി വലിയ കടായിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതെല്ലാം കൂടി പരന്നിട്ട് പോകും. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞ് കടായിലാണ് ഞാനിപ്പോൾ ഒരു ഓംലേറ്റ് കൂടി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരല്പം എണ്ണ ഒഴിച്ചിട്ടോ എണ്ണ ഒഴിക്കാതെയോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. ഒരുപാട് വെന്തിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ടൊമാറ്റോ സോസും കൂടെ തന്നെ ഒരല്പം മസ്റ്റേർഡ് സോസും കൂടി ചേർക്കുകയാണ്. മസ്റ്റേർഡ് സോസ് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് മയോനൈസ് ചേർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മയോനൈസും ചേർക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മയോനൈസ് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്യാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് കൂടി എടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം ബട്ടറോ നെയ്യോ നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് കൂടി വെച്ച് കൊടുക്കാം. സാൻഡ്വിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്.
നമുക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് ഒരു മുട്ടയും പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രെഡും ബാക്കി ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ച് ആണെന്ന്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവർക്കും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.